ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയുടെ ചിന്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ചിന്തയാണ്, മനുഷ്യ മനസ്സിലൂടെ ഒഴുകുന്ന ചിന്തകളാണ് ഒരു മനുഷ്യന്റെ ഭാവിയുടെ ഭാഗതയും നിർണയിക്കുന്നത്. ആ മനുഷ്യൻ എങ്ങനെയായി തീരും എന്ന് മനസ്സിലാക്കുന്നത് അവന്റെ ചിന്തയുടെ ക്വാളിറ്റി നോക്കിയാണ്. അതുകൊണ്ടാണ് ചിന്തകർ പറയുന്നത്, ചിന്തയുടെ മേഖലകൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ചിന്തയുടെ തലത്തെ നാം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. കാട് കയറിയ ആ ചിന്തകളെ നിയന്ത്രിച്ചാൽ മാത്രമേ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഈ ഭൗതിക തലത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. മനസ്സാകുന്ന വിത്തുക്കൾ, ചിന്തകളാകുന്ന വിത്ത് മനസ്സാകുന്ന ആ വിളഭൂമിയിൽ വിതച്ച് വലിയ നേട്ടങ്ങൾ കൊയ്ത് എടുക്കണമെങ്കിൽ ചിന്തകൾ നിയന്ത്രിക്കപ്പെടേണ്ടിയിരിക്കും. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഏതാണ്ട് 40,000 മുതൽ 60,000 വരെയുള്ള ചിന്തകൾ ഒഴുകുന്നുണ്ട് ഒരു ദിവസം. അതിൽ തന്നെ ആവർത്തിച്ച് കടന്നു പോകുന്ന ചിന്തകളാണ് അധികം. അതിൽ തന്നെ ക്രിയാത്മകമായ ചിന്തകളും സൃഷ്ടിപരമല്ലാത്ത ചിന്തകളും ഒഴുകുന്നു, അല്ലെങ്കിൽ മനസ്സിലൂടെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എത്രമാത്രം സൃഷ്ടിപരമാണ് ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ ഒഴുകുന്ന ചിന്തകൾ, അതിനെ ആശ്രയിച്ചിരിക്കുന്നു അവന്റെ ഭൗതിക മണ്ഡലത്തിലുള്ള അവന്റെ വിജയം. സദൃശ്യവാക്യം 4:23 നാം വായിക്കുന്നു, ജീവന്റെ സകല ജാഗ്രതയോടും കൂടി നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലുവാകും. മനസ്സിനെ കുറിച്ചാണ് സദൃശ്യവാക്യം 4:23 നാം വായിക്കുന്നത്. ഹൃദയം ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഏതാണ്ട് 80% മനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 970 മുതൽ 70 930 BC-ക്കും ഇടയിൽ എഴുതപ്പെട്ടതാണ് സദൃശ്യവാക്യം. വളരെ അത്ഭുതകരമായ ഒരു വെളിപ്പാടാണ് ശലോമോൻ ആ ഭാഗത്ത് നാമുമായി പങ്കുവെക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കേണ്ട പ്രാധാന്യതയെക്കുറിച്ചാണ് ശലോമോൻ ഇവിടെ പറയുന്നത്. അത്രയധികം പ്രാധാന്യം മനസ്സിനുണ്ട് എന്നത്. വലിയ വിജയങ്ങൾ നേടിയ വ്യക്തിജീവിതങ്ങളെ നോക്കുക. അവരെല്ലാം ചിന്തകളെ നിയന്ത്രിച്ചവരും സൃഷ്ടിപരമായ സ്വപ്നങ്ങളും സൃഷ്ടിപരമായ ചിന്തകളെയും താലോലിച്ചവരായി. നമുക്കറിയാം, നമ്മുടെ മുൻപിൽ ഒരു ഉദാഹരണമായ തോമസ് ആൽവ എഡിസൺ ഏതാണ്ട് 1003 പേറ്റന്റുള്ള കണ്ടെത്തലുകൾ താൻ നടത്തുകയുണ്ടായി. എങ്ങനെ സ്കൂളിൽ പരിപൂർണമായി പരാജയമായിരുന്ന തോമസ് ആൽവ എഡിസൺ ഈ വിജയം നേടാൻ തനിക്ക് കഴിഞ്ഞു. തനിക്ക് ആ വിജയം നേടാനായിട്ട് കഴിഞ്ഞത് തന്റെ ജീവിതത്തിൽ താൻ താലോലിച്ച, തന്റെ മനസ്സിൽ താൻ കൊണ്ടു നടന്ന ഉറക്കത്തെ കെടുത്തുന്ന സ്വപ്നങ്ങളായി. നമുക്കറിയാം, തന്റെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടായി. കണ്ടെത്തലുകൾക്കിടയിൽ തന്റെ പരീക്ഷണശാല ഒരിക്കൽ മുഴുവനായി കത്തി അമർന്നു. എന്നിട്ടും താൻ തകർന്നു പോയില്ല. തന്റെ എഴുത്തുക്കളിലും തന്റെ കണ്ടെത്തലുകളും മുഴുവൻ കത്തികരിഞ്ഞിട്ടും ആ ചാരത്തിൽ നിന്നും താൻ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ പറന്നുയരാൻ തന്നെ പ്രേരിപ്പിച്ചത് തന്റെ ഉറക്കത്തെ കെടുത്തുന്ന സ്വപ്നങ്ങളായി. ഈ പകലിൽ നാം ചിന്തകളെ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ചിന്തകളുടെ മേൽ പരിപൂർണമായ വിജയം നേടേണ്ടിയിരിക്കുന്നു. സൃഷ്ടിപരമായ ചിന്തകളെ നാം താലോലിക്കേണ്ടിയിരിക്കുന്നു. ക്രിയാത്മകമല്ലാത്ത ചിന്തകളെ നാം നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വലിയ വിജയങ്ങൾ നമുക്ക് നേടുവാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. ഈ ചെറിയ ചിന്തകൾ കൊണ്ട് ഞാൻ നിർത്തുന്നു.
ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.